എടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കണ്ടോണേ എങ്ങനെയൊക്കെയാണ്. റോക്കി ഇന്ന് റോക്കി വെച്ചാ വീഡിയോ എടുക്കുന്നത്. റോക്കിക്ക് തന്നെ റോക്കി വന്നേ കസേര കയറി എന്നാണ്ട്. റോക്കിയോട് കസേര കയറാൻ പറഞ്ഞപ്പോ കേറി ഇരുന്ന് നേരം നോക്കിയാട്ടെ മിക്കു റോക്കി അവൻ ആ കസേര പോകുന്നുണ്ടാ. ഇവിടെ വന്നിരിക്കട്ടെ, ഇവിടെ ഷൂട്ടിങ്. അവനവിടെ പോയി പോസ് ചെയ്തിരിക്കുന്നു. നീയാണോ റോക്കി? ഞാൻ റോക്കിയാ വിളിച്ചത്. ഇറങ്ങ എല്ലാം ഇറങ്ങ. റോക്കി ഇവിടെ വാ. റോക്കി ഇവിടെ വാ. റോക്കി വെച്ച് ബാക്കി എല്ലാരും കയറി കഴിഞ്ഞു കേട്ടോ. റോക്കി വെച്ച് ബാക്കി ഞാനിങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ സത്യം പറഞ്ഞ 2 മണിക്കൂർ ഞാൻ എന്റെ വായിട്ട് അലക്കണം. ഇറങ്ങടി അവിടുന്ന്. റോക്കി അവൻ തിരിച്ചു പോയി. അവൻ എത്ര മിനിറ്റ് അവൻ കൊണ്ടൊരു നടന്നില്ലയോ? അവൻ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നേ കണ്ടാണ്. കൂളിംഗ് ഗ്ലാസ് ഞങ്ങളുടെ റോക്കിക്ക് മാത്രം റോക്കിക്ക് വേണ്ടി മാത്രം മേടിച്ചൊരു സംഭവമാണിത്. ഞങ്ങളുടെ റോക്കി മാത്രം വിൽക്കും. ഹലോ വേണം. ഇങ്ങനെയാണ്. ഇത്രയും ബുദ്ധിമുട്ടല്ല. ഇപ്പൊ പെങ്കു കാണാമെങ്കിൽ ഇത് റോക്കിയുടെ മോന്തയ്ക്ക് എടുത്തോണ്ട് പോകും. കൊള്ളാമോ? ഞാൻ അങ്ങോട്ട് വരും. ഷൂട്ടിങ്ങിന് ഓക്കെ ആണോ നായക? ഓക്കെ ആണോ? ഇങ്ങനെയാണ് ഞങ്ങള് റോക്കിയെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. കണ്ട ഒരാള് ഡാവിന് നടക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇത് എടുത്തോണ്ട് പോകാൻ കേട്ടോ. 2 പ്രാവശ്യം എടുത്തോണ്ട് പോയപ്പോ ഞാൻ ഒന്ന് ചെറുതായിട്ട് വരട്ടി. അതുകൊണ്ട് ഇപ്പൊ അങ്ങ് പോയത്. എടാ എന്നെ നോക്കണ്ട, നീ എന്റെ ക്യാമറ നോക്കി അഭിനയിക്കടാ. എത്ര ഡയലോഗ് പറഞ്ഞാൽ അവൻ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോണം. എന്റെ മുഖത്ത് നോക്കി അവൻ ഇരിക്കും. കണ്ണാടി നോട്ടിട്ട് വെച്ചിരിക്കും കേട്ടാ. ഞങ്ങളുടെ റോക്കിയുടെ കൂളിംഗ് ഗ്ലാസ്സിൽ നോട്ടിട്ട് വെച്ചേക്കുക. പിങ്കു മതി. ഇന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞു. എണീറ്റ് പോ നായിക. വലിയ നടനാന്ന വിചാരം. പിങ്കുനെന്തിനാണെന്നറിയാമോ? പിങ്കുനിത് കടിച്ചു പറിച്ച് തിന്നാനായത്. അയ്യോ ഈ പിങ്കുവിന് പ്രാക്കുണ്ടേ. എന്റെ കൈ കഴിക്കുന്നു. എന്റെ കൈ ഇങ്ങനെ വെച്ച് പിങ്കുവിനെ തൊട്ടോണ്ടിരുന്നപ്പോ എന്റെ കൈ കഴിക്കുന്നു. പണ്ടുള്ളവര് പറയത്തില്ലയോ പ്രാക്കുണ്ടെങ്കിൽ എങ്ങനെ കൈ കഴിക്കുന്നെന്ന്. കൊച്ചുങ്ങളെ തൊടുമ്പം സത്യമായിട്ട് എന്റെ കൈ കഴിക്കുന്നു. പിങ്കു ഈ വീട്ടിലെ തല്ലുകൊള്ളി കേട്ടോ. ഉള്ള തല്ലുകൊള്ളിത്തരം മൊത്തം കാണിച്ചു കൂട്ടുന്ന ഒരു സാധനം. പക്ഷെ ഈ മോന്തായം കണ്ടാലോ തല്ലാൻ തോന്നുവോ? ഇല്ല. തോന്നുവോ? കണ്ടോ ഈ വീട്ടിൽ ഒറ്റ പ്ലാസ്റ്റിക് ഇല്ല കേട്ടോ. പ്ലാസ്റ്റിക് മൊത്തം നമ്മൾ കാണാതെ അകത്താക്കും. നമ്മൾ കാണുമ്പോൾ ഇതെടുത്ത് കളയും. പക്ഷെ എന്തായാലും ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. ഇച്ചിരി മണിയും പ്ലാസ്റ്റിക് അല്ല ഈ പിങ്കുവിന്റെ വയറ്റിൽ ചെന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കാണുന്നില്ലല്ലോ. നമ്മളെപ്പോഴും കാണത്തില്ല ഈ പിങ്കു പ്ലാസ്റ്റിക് എടുക്കുന്നതും തിന്നുന്നതും ഒന്നും. അങ്ങ് ചവച്ചങ്ങ് ഇറക്കുമോ. ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിൽ പിച്ച് കീറി ഇടത്തേ ഉള്ളൂ. പക്ഷെ പിങ്കു അത് മൊത്തം കഴിക്കും. നമ്മൾ കാണുമ്പോഴെല്ലാം നമ്മൾ ഇതുപോലെ എടുത്ത് കളയും. ഇപ്പം വന്ന് ഹരിതകർമ്മസേനക്കാർ കൊടുക്കാൻ ഇവിടെ പ്ലാസ്റ്റിക് ഇല്ല. ഞാൻ വിചാരിക്കും അടുത്ത പ്രാവശ്യം അവർ വരുമ്പം പിങ്കൂലി അങ്ങ് കൊടുത്തു വിടാം. എന്തായാലും നമ്മൾ 50 രൂപ കൊടുക്കുന്നില്ലേ. പ്ലാസ്റ്റിക് മൊത്തം നടി കുഞ്ഞാൻ വയറ്റില്ല. പ്ലാസ്റ്റിക് മൊത്തം ഈ കുഞ്ഞു വയറില്ല. നമ്മൾ 50 രൂപ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടായോ? അടുത്ത പ്രാവശ്യം ഹരിതകർമ്മസേനൊക്കെ വരുമ്പോൾ നമ്മൾ പിങ്കുവിനെ കൊടുത്തു കേട്ടോടി. പ്ലാസ്റ്റിക്കിന് പകരം ഉള്ള പ്ലാസ്റ്റിക് മൊത്തം അവിടെ വയറ്റില്ല. ഓ മിക്കുവിന്റെ ഒരു സന്തോഷം. 2 പേരുടെ മഴയത്ത് കസേരപ്പുറത്ത് കൊട കയറിയിരിക്കുകയാണോ? കൊള്ളാവല്ലേ. അപ്പൊ പിങ്കുവിന് ഒരു പ്ലാസ്റ്റിക് ചാക്കിലിട്ട് നമ്മള് അടുത്ത മാസം 10-ാം തീയതിക്ക് മുന്നേ പാക്ക് ചെയ്യുന്നതായിരിക്കും. പ്ലാസ്റ്റിക്കിന് കൊടുത്തിപ്പേക്കടാ. സത്യം. അമ്പലത്തിൽ വെടി പൊട്ടി. സത്യം ഇത് പറഞ്ഞപ്പോ അമ്പലത്തിൽ വെടി പൊട്ടി കേട്ടോ. അപ്പൊ ഞാനെന്താ ചെയ്യാൻ? 50 രൂപ കൊടുക്കുമ്പോ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒരു വീട്ടില് പ്ലാസ്റ്റിക് ഉപയോഗിക്കത്തില്ലെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ? പിങ്കു ഇത്രയും പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ കഴിക്കുന്ന റബ്ബർ പിന്നെ എന്തൊക്കെയാ പുറത്തോട്ട് വരുന്നത്? എല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് കേട്ടോ. ഓരോ അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. മൊത്തം എന്തൊക്കെ തിന്നുന്നു അതെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. ഇതുപോലൊരു തല്ലുകൊള്ളി പിങ്കു. എന്നിട്ട് നമ്മളെ അങ്ങ് സോപ്പിടും.
അടിയുണ്ടോ? അടിയാ പേടിയില്ല. നമ്മളെ അങ്ങ് സോപ്പിടും. നമ്മൾ അടിക്കാൻ തരുന്ന നമുക്ക് അടിക്കാൻ തോന്നും. അത് കാണുമ്പോൾ അതുമില്ല. തല്ലുകൊളി കൊണ്ടിരിക്കുന്നു. ഞാൻ മല്ലിയ കണ്ട സംഭവമാണെന്നും പറഞ്ഞ ഒരാളിരിക്കുന്നുണ്ട് കൊടക്കീഴിൽ. മഴയൊന്നും ഇല്ല. കൊടക്കീഴിൽ നിന്ന് എഴുന്നേറ്റ്. ഹലോ നിക്കൂ. ഇതുപോലൊരു പിങ്കു പിയാറും ഒരു നിക്കു പിയാറും എന്ത് ഇത് കടിച്ചോണ്ടിരിക്കുവാന്നോ? അമ്മൂമ്മയുടെ നിന്ന് കിട്ടും. അമ്മൂമ്മയുടെ കൊടയാ. അല്ല, ഇപ്പൊ അമ്മൂമ്മയുടെ കലടി കാണാതെ പോയ ആരും സംശയിക്കുന്നത് പിങ്കുവിനെ.